എരുമേലി ഫെറോനാപ്പള്ളി അങ്കണത്തിൽ നടത്തപ്പെട്ട കാഞ്ഞിരപ്പള്ളി രൂപതയുടെ 47-ാം രൂപതാ ദിനം കൂട്ടായ്മയുടെ ആഘോഷമായി. രാവിലെ 9:30 രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിൻ്റെ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയിൽ രൂപതയിലെ ദൈവജനത്തെ പ്രതിനിധീകരിച്ചെത്തിയ വൈദികരും സന്യസ്തരും ഉൾപ്പെടുന്ന വിശ്വാസീഗണം പങ്കുചേർന്നു. രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിൻ്റെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ട പ്രതിനിധി സമ്മേളനത്തിൽ ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ മേലധ്യക്ഷൻ മാർ മാത്യു അറക്കൽ സന്ദേശവും നൽകി. കൂട്ടായ്മയുടെ സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവരെന്ന നിലയിൽ ദൈവാരാധനയിൽ ഒന്നുചേരുന്ന സമൂഹം ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി വർത്തിക്കുമെന്ന് രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ആമുഖ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ഇപ്പോഴും നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിൽ ഈ രൂപതയെ നയിച്ച ധീരനായ സാരഥി അഭിമന്യ മാത്യു അറക്കൽ പിതാവ് നമ്മോടൊപ്പമുണ്ട്. ഇതുകൂടാതെ ധാരാളം വൈദികര് മരണം മൂലം നിത്യതയിലേക്ക് കടന്നുപോയവരുണ്ട്. ആദ്യകാല രൂപതയുടെ നൊമ്പരങ്ങളൊക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഇവിടെയുള്ള ദൈവജനത്തിന് വേണ്ടി സ്വയം മുറിച്ചു വിളമ്പി കഷ്ടപ്പാടുകൾ ധാരാളം ഏറ്റെടുത്തുകൊണ്ട് വിവിധ ഇടവകളിൽ ശുശ്രൂഷ ചെയ്ത വലിയ ദൗത്യങ്ങൾ നിർവഹിച്ച് നിത്യസമ്മാനത്തിന് കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അഭിമാനത്തോടും നന്ദിയോടും കൂടി. അതുപോലെ സന്യസ്തരുണ്ട്. നമ്മുടെ വ്യത്യസ്തങ്ങളായ സന്യാസ സമൂഹങ്ങളിലൂടെ ഈ പ്രാദേശിക സഭയെ വ്യത്യസ്തമായ രീതികളിൽ ഓരോ കാലഘട്ടത്തിലും ശക്തമായി സമർപ്പിത ജീവിതത്തിലൂടെ നയിച്ചു വളർത്തിയവരാണ് അവരെല്ലാം നമുക്ക് ഈ സമയം സ്നേഹത്തോടെ ഓർക്കാം. ആഴമുള്ള വിശ്വാസത്തിൽ നിന്നാണ് യഥാർത്ഥ സാക്ഷ്യ ജീവിതം പിറക്കുന്നതെന്നും കാഞ്ഞിരപ്പള്ളി രൂപത മുന്നോട്ട് നീങ്ങുന്ന വീഥികൾ എല്ലാവർക്കും മാതൃകയാണെന്നും ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യപ്രഭാഷണ മധ്യേ അനുസ്മരിച്ചു. ഞാനൊരിക്കൽ 2018 പ്രളയത്തിന്റെ സമയത്ത് ഞങ്ങളുടെ രൂപതയിലെ ഒരു പള്ളിയിൽ ചെന്നു. അവിടെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമല്ല. പൊതുവെ ഇടുക്കിയിലെ മിക്കവാറും സ്ഥലങ്ങളെല്ലാം ക്രൈസ്തവ ഭൂരിപക്ഷം മേഖലകളാണ് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇടുക്കി രൂപതയുടെ ഒരു കുറെ ഭാഗങ്ങൾ അങ്ങനെയാണ്. ഇത് അത്രയൊരു ഭൂരിപക്ഷ സ്ഥലമാണ്. പക്ഷെ അവിടെ കുറെ വീടുകളുണ്ട്. അപ്പൊ ചെന്നപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, എന്നെ വിളിക്കുന്ന അച്ഛാന്ന് പറഞ്ഞു, അച്ഛാ, നിങ്ങൾ ഈ സഭയെ കന്യാസ്ത്രീകളും അച്ഛന്മാരെല്ലാം ചെയ്യുന്ന പോലെ ഞങ്ങൾക്കോ ഞങ്ങളുടെ സമുദായത്തിനും ചെയ്യാൻ പറ്റില്ല. അവര് മറ്റൊരു സമുദായത്തിലെ ഒരു വ്യക്തി. പൊതുസമൂഹത്തിൽ ക്രിയാത്മ ഇടപെടലുകൾ നടത്തുന്നതിന് സജീവമായ വിശ്വാസ ജീവിതത്തിലൂടെ സാധ്യമാകണമെന്ന് മാർ മാത്യു അറക്കൽ ഓർമ്മിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ യുവജന വർഷമായി മാർ ജോസ് പുളിക്കൽ പ്രഖ്യാപിക്കുകയും അടുത്ത രൂപതാദിന വേദിയായ അണക്കര ഫെറോനയ്ക്ക് ജൂബിലിത്തിരി കൈമാറുകയും ചെയ്തു. മികച്ച സംരംഭകരായി തിരഞ്ഞെടുക്കപ്പെട്ട വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് IT കമ്പനി ഉടമ ജിലു ജോസഫ് മറ്റപ്പള്ളിയിൽ, റിഫോം ബിൽഡേഴ്സ് ഉടമ ജോസി ജോസഫ് തെക്കുപുറത്ത് എന്നിവർക്ക് രൂപതയുടെ ആദരവറിയിച്ച് വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ളക്കൽ സംസാരിച്ചു. വിവിധ തലങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് രൂപതാ വികാരി ജനറൽ ഫാദർ കുര്യൻ താമരശ്ശേരി ആശംസകൾ അർപ്പിച്ചു. ഫേസ് ഓഫ് ദി ഫേസ്ലെസ് ചലച്ചിത്രം പൂർത്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ബേബിച്ചൻ എർത്തയിൽ സംസ്ഥാന മികച്ച തഹസിൽദാർ അവാർഡ് കരസ്ഥമാക്കിയ ബെന്നി മാത്യു വട്ടക്കാട്ട്, മൈക്രോ വാഷിംഗ് മെഷീൻ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച സെവിൻ സജി കരോട്ട് പുതിയാത്ത് എന്നിവരെയാണ് പ്രത്യേകമായി ആദരിച്ചത്.